സോ ഫ്രണ്ട്സ്, ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം, ഈ വീഡിയോ മൊത്തമായി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഈ വീഡിയോ മൊത്തമായി കാണാൻ നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിലേക്ക് ചെന്ന് ഇതെന്ത് കോപ്പാണ്, ചുമ്മാ വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ വീഡിയോ മൊത്തമായി തന്നെ കണ്ടാലേ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവിടെ എന്താണ് നടന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതിനുമ്പൊരു കാര്യം പറയട്ടെ, ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ലീഡ് എടുത്തതിന് ശേഷം സമനിലയിലോ അല്ലെങ്കിൽ തോറ്റുപോയ മത്സരം എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 16 പോയിന്റോളമാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അതിവിടെ നിൽക്കട്ടെ, ഏകദേശം 8 പോയിന്റോളം കേരള ബ്ലാസ്റ്റേഴ്സിന് റെഫറിംഗ് മിസ്റ്റേക്ക് കാരണം മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോ റെഫറിംഗ് മിസ്റ്റേക്ക് കാരണം മാത്രം 8 പോയിന്റ് നഷ്ടപ്പെട്ട ലോകത്തെ തന്നെ ഒരേ ഒരു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഗൈസ്. അതുപോലെ തന്നെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സര ശേഷം റെഫറീസും അതുപോലെ പ്ലേയേഴ്സും തമ്മിൽ ചെറിയൊരു കശപിശ ഡഗ്ഔട്ട് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. റെഫറിമാർക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ട് തന്നെ ഭാഗ്യമെന്ന് വിചാരിക്കണം. കാരണം 8 പോയിന്റാണ് റെഫറി മിസ്റ്റേക്ക് കാരണം മാത്രം നഷ്ടപ്പെട്ട ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു ഗോളോ അല്ല, ഒരു സീസൺ തന്നെയാണ് നഷ്ടപ്പെട്ടത് ഗൈസ്. ഇങ്ങനൊരു ക്ലബ്ബ് അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഒരു ക്ലബിനും വരല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പെനാൾട്ടി ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് തന്നെ റെഫറിയുടെ ശ്രദ്ധ എങ്ങോട്ടാന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റെഫറി എന്തുമാത്രം ടീമിൽ അല്ലെങ്കിൽ ആ കളിയിൽ കോൺസെൻട്രേറ്റഡ് ആണെന്ന്. ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഫാൻസ് ക്ലബുള്ള ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ടീം ISL കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് ISL ഇത്രയും മാനേജ് ചെയ്തു പോകുന്നത്. കാരണം ഒരു പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ISL മൊത്തം നടക്കുന്നതിൽ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻകം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് കളി കാണാൻ വരുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും സഹിച്ച് ഈ ലീഗിൽ തുടരുന്നത്? കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ലീഗിൽ കളിക്കേണ്ടത് ഇവരുടെ മാത്രമല്ല ISLയും കൂടെ ആവശ്യമാണ്. ഇത്രത്തോളം റെഫറിയുടെ ഒരു ചൂഷണത്തിൽ ഇരാകുന്ന ടീം ISL തന്നെ വേറെ കാണത്തില്ല. മോശം റെഫറിക്കെതിരെ മഞ്ഞപ്പടി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. റെഫറിങ്ങിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.